നമസ്കാരം. അഷ്ടോത്തര നാമാവലി എന്നുള്ള പങ്ക്തിയിലെ 6ാമത്തെ എപ്പിസോഡ് ശ്രീ മേധാ ദക്ഷിണാമൂർത്തി അഷ്ടോത്തര ശതനാമാവലി. മേധ എന്ന് പറഞ്ഞാൽ ധാരണാശക്തി ഉള്ളതെന്നൊക്കെ അർത്ഥം പറയാം, മേന്മയുള്ളതെന്ന് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് ദക്ഷിണാമൂർത്തി അഷ്ടോത്തരം നാമാവലിയായിരുന്നു. ഇത് മേധാ അഷ്ടമൂർത്തി, അതായത് ഗണപതി അഷ്ടോത്തരം പറയുണ്ടായി, വിഘ്നേശ്വര അഷ്ടോത്തരം പറയുണ്ടായി. സത്യത്തിൽ വാക്കിൻ്റെ അർത്ഥം ഒന്നാണെങ്കിലും ചില ഗുണങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കുക. ശ്രീ മേധാ ദക്ഷിണാമൂർത്തി അഷ്ടോത്തര നാമാവലി എന്ന് പറഞ്ഞാൽ ധാരണാശക്തി ഉണ്ടാവാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അവസാന വാക്കാണ് ദക്ഷിണാമൂർത്തി പരമശിവൻ. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഏതായാലും അഷ്ടോത്തര നാമാവലിയിലേക്ക് കിടക്കാം. ഓം വിദ്യാരൂപിണേ നമഃ. അപ്പോൾ ദേവീദേവന്മാരെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് രൂപമില്ലാതുള്ളത് മനസ്സിലായില്ലേ? ഓം വിദ്യാരൂപിണേ നമഃ. വിദ്യയുടെ രൂപം. ഓം മഹായോഗിനേ നമഃ. ഓം ശുദ്ധജ്ഞാനിനേ നമഃ. ഓം പിനാകധൃതേ നമഃ. ഓം രത്നാലങ്കൃത സർവാംഗിനേ നമഃ. ഇത് നമുക്ക് പെട്ടെന്നോട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ശിവൻ സാധാരണ നിലയിൽ ഈ ചുടലഭസ്മധാരി എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്? രത്നാലങ്കൃത സർവാംഗിനേ നമഃ. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം. ഓം രത്നമാലിനേ നമഃ. ഓം ജഡധാരിണേ നമഃ. ഓം ഗംഗാധരായ നമഃ. ഭഗവാൻ എങ്ങനെ ഗംഗാധരനായത് എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കണം. എങ്ങനെയായത്? വാമനാവതാര കാലത്ത് മഹാവിഷ്ണുവിൻ്റെ കാലിൻ്റെ പെരുവിരലിൻ്റെ നഖം സത്യലോകത്തെത്തി. അതിൻ്റെ ശോഭ എന്താണ് ഇത്ര എന്ന് നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് മഹാവിഷ്ണുവിൻ്റെ തിരുപാദ പത്മമാണ്. വേഗം ബ്രഹ്മാവ് തൻ്റെ കമ്മണ്ടിലുള്ള ജലം കൊണ്ട് ആ പാദത്തിനെ അഭിഷേകം ചെയ്തു. അതാണ് ആകാശഗംഗ. ആ ആകാശഗംഗയെ ദേവഗംഗയായി ആ ദേവഗംഗ ഭൂമിയിൽ പതിക്കുമ്പോൾ ആ ഭൂമിയുടെ സന്തുലനാവസ്ഥ നഷ്ടം വരാതെണ്ടിരിക്കാൻ ആരാണ് ദേവഗംഗേനെ ഭൂമിയിലേക്ക് വന്നത്? ആ കഥയൊക്കെ അറിയണം. അപ്പോൾ ഗംഗാദേവി പറഞ്ഞു, എൻ്റെ ആഘാതത്തെ തടുക്കാൻ കഴിവുള്ള ഒരാൾ ഉണ്ടായാലേ എനിക്ക് വീഴാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു സ്വർലോകത്തുനിന്ന്. അപ്പോൾ ശിവനാണ് അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശിവപെരുമാളെ നമസ്കരിച്ച് ആ കാര്യം ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ശിവൻ്റെ തലയിൽ ഗംഗ വരാൻ കാരണം. അപ്പോൾ ഈ ഐതിഹ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിലുള്ള കഥാതന്തുക്കൾ മനസ്സിലാവണം. അപ്പോൾ നമുക്ക് അർത്ഥം കിട്ടും. ഗംഗാധരായ നമഃ. ഓം അചലവാസിനേ നമഃ. അചലം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്, പർവ്വതം എന്നർത്ഥം. അതാണ് ഹിമാലയ പർവ്വതത്തിലെ കൈലാസത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. ഓം അചലവാസിനേ നമഃ. ഓം സർവജ്ഞാനിനേ നമഃ. ഓം മഹാജ്ഞാനിനേ നമഃ. ഓം സമാധികൃതേ നമഃ. സദാസമയത്തും സമാധിയിലിരിക്കുന്ന ആളാണ്. സമാധി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തുര്യാവസ്ഥയിൽ കൃഷ്ണമണിയനെ മേൽപോട്ട് എടുത്ത് അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിലേക്ക്, അവിടെയാണ് ആജ്ഞാശക്തി, അവിടെ നിർത്തിയിട്ടാണ് സമാധി ഇരിക്കുക. അപ്പോൾ സമാധികൃതേ നമഃ. ഓം അപ്രമേയായ നമഃ. ഓം യോഗനിധയേ നമഃ. ഓം താരകായ നമഃ. ഓം ബ്രഹ്മരൂപിണേ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം ജഗൽവ്യാപിനേ നമഃ. ഓം വിഷ്ണുമൂർത്തയേ നമഃ. അപ്പോൾ തിങ്കളാഴ്ച ശിവൻ്റെ അടുത്ത്, വ്യാഴാഴ്ച വിഷ്ണുവിൻ്റെ അടുത്ത് എന്ന് പറയരുത്. കാരണം ഇവിടെ വിഷ്ണുമൂർത്തയേ, ശിവനും വിഷ്ണുവും ഒന്നാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം ഇല്ലെങ്കിൽ പാത്രം കമത്തി വെച്ച് വെള്ളം ഒഴിക്കണ കൂട്ടത്തിലാവും. ഓം വിഷ്ണുമൂർത്തയേ നമഃ. ഓം പുരാന്തകായ നമഃ. ത്രിപുരങ്ങളെ നശിപ്പിച്ചവൻ.
ഓം വൃഷഭവാഹനായ നമ. ഇതിൻ്റെ മുമ്പിൽ വന്നു വൃഷഭവാഹനായ നമ. ശിവസ്വത്തിൽ ബലുണ്ടായി അല്ലേ? അതായത് വൃഷഭം വാഹനമായിട്ടുള്ളവൻ. ആ കാള എന്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ പറയുണ്ടായി, ധർമ്മത്തിൻ്റെ പ്രതീകമാണെന്നും പറയുണ്ടായി. ഓം വൃഷഭവാഹനായ നമ. ഓം ചർമ്മവാസായ നമ. ഓം പീതാംബരധരായ നമ. കാരണം വിഷ്ണുമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ പീതാംബരധരായ നമ. ഓം മോക്ഷനിധയേ നമ. ഓം അന്ധകാരയേ നമ. ഓം ജഗത്പതയേ നമ. ജഗത്തിനെ ഭരിക്കുന്നവനാണ്. ഓം ജഗത്പതയേ നമ. ഓം വിദ്യാധാരിണേ നമ. ഓം ശുക്ലധനുവേ നമ. ഈ ഒരു വാക്ക് ശിവന് മാത്രമേ ഉള്ളൂ. ശുക്ലധനുവേ നമ. ശരീരത്തിൽ ശുക്ലമുള്ളവൻ എന്നർത്ഥം തന്നെ പറയണം. രേതസ് നിന്നാണ് ശുക്ലം ഉണ്ടാവുന്നത്. ശുക്ലത്തിൽ നിന്നാണ് മജ്ജ ഉണ്ടാവുന്നത്. അല്ല സോറി, പിന്നെ രേതസ്സിൽ നിന്നാണ് മജ്ജ ഉണ്ടാവുന്നത്. മജ്ജയിൽ നിന്നാണ് ശുക്ലം ഉണ്ടാവുന്നത്. ആ ശുക്ലത്തിൽ നിന്നാണ് ഓജസ് ഉണ്ടാവുന്നത്. ആ ഓജസ്സിൽ നിന്നായിരിക്കണം തേജസ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ശുക്ലത്തിനെ ദുർവിനയം ചെയ്യരുതെന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞു തരും. ഇന്നത്തെ കാലത്ത് അതില്ല. അവിടെയാണ് എല്ലാവരും അസുഖമുള്ള വരാം. കാരണം എന്താ? ഇതന്നെ സത്യം. അപ്പോൾ ശുക്ലധനുവേ നമ. ഓം വിദ്യാദായിനേ നമ. ഓം ഗണാധിപായ നമ. ഓം പാദപസ്മാര സംഹർത്രേ നമ. പദാപസ്മാര അതായത് ഈ ശിവൻ ഏതമ്പലത്തിലാണെങ്കിലും ചെരിഞ്ഞ് നിന്നിട്ടേ തൊഴാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് ശിവാലയത്തിൽ. കാരണം എന്താ? ഈ ശിവൻ ഇരിക്കണത് അപസ്മാരത്തിൻ്റെ മുകളിലാണ്. അത് കാണില്ല, നമ്മൾ ഉണ്ട്. അപ്പം നേരിട്ട് നിന്ന് തൊഴരുത്, ചെരിഞ്ഞ് നിന്നിട്ട് വേണം. അപസ്മാരത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ ശരീരത്തിൽ വീഴാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ, കമൻറ്റ് ചെയ്യൂ, അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ പാദപസ്മാര സംഹർത്രേ നമ. അതിനെ നശിപ്പിക്കും ഭഗവാൻ. മനസ്സിലായില്ലേ? ഓം ശശിമൗലയേ നമ. തലയിൽ ചന്ദ്രകലയുള്ളവൻ. ഓം മഹാസ്വരായ നമ. നല്ല സ്വരാണ്, നല്ല ശബ്ദമാണ്. മഹാസ്വരായ നമ. ഓം സാമവേദപ്രിയായ നമ. ശിവൻ ആരാ? സാമവേദപ്രിയായ നമ. ഋഗ്വേദം യജുർവേദം അഥർവവേദം അല്ല, സാമവേദജ്ഞനാണ്. രാവണൻ ഈ കൈലാസം എടുത്ത് അമ്മാനമാടിയവൻ സാമവേദപ്രിയനാണ്. അപ്പോൾ സാമവേദപ്രിയായ നമ. ഓം അവ്യയായ നമ. ഓം സാധവേ നമ. ഓം സമസ്തദേവതാലങ്കൃതായ നമ. സമസ്തദേവതാലങ്കൃതം, എല്ലാ ദേവന്മാർക്കും അലങ്കൃതം എന്താ? വിദ്യയാണ്. ആ വിദ്യയുടെ കാരകത്വമാണ് ഈ പിന്നെ ദക്ഷിണാമൂർത്തിക്ക്. ഓം ഹസ്തവന്യകരായ നമ. ഓം ശ്രീമതേ നമ. ഓം മൃഗധാരിണേ നമ. ശിവസഹസ്രനാമത്തിൽ വന്നിട്ടുണ്ട് മൃഗധാരിണേ നമ. കയ്യിൻ്റെ ഈ 2 വിരലിൽ ഒരു മാനിൻ്റെ വിഗ്രഹം ഉണ്ടാവും. ആ മാന് എന്തിനാ പ്രതിനിധാനം ചെയ്യണത്? മനസ്സിനെ. അപ്പോൾ മാനിൻ്റെ കൂട്ടത്തിൽ സ്പീഡിൽ ഓടരുത്. ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ സാധിക്കണം. ഓം മൃഗധാരിണേ നമ. ഓം ശങ്കരായ നമ. ഓം യജ്ഞനാഥായ നമ. എല്ലാ യജ്ഞങ്ങൾക്കും നാഥനാണ്. അതുകൊണ്ടാണ് സതീദേവിയുടെ അച്ഛൻ ദക്ഷപ്രജാപതി ഒരു യാഗം നടത്തി. അതിൽ യജ്ഞത്തിൽ ശിവന് ഉള്ള സ്ഥാനം കൽപ്പിച്ചില്ല. അതുകൊണ്ടാണ് ദക്ഷനും മരണം ഉണ്ടായത്. ഈ കഥകളൊക്കെ അറിയണ്ടേ? അപ്പോൾ യജ്ഞനാഥായ നമ. ഓം യമാന്തകായ നമ. യമൻ ഭഗവാന്റെ മകനാണ്, പരമശിവൻ്റെ മകനാണ്. ശരിക്ക് ഛായയിലുണ്ടായതാണെന്നൊക്കെ പറയാം. അത് സൂര്യൻ്റെ മകനാണ്, സോറി കേട്ടോ. അപ്പോൾ യമാന്തകായ നമ. യമനെ വധിച്ചിട്ടുള്ള ആളാണ്. അത് 18 വയസ്സായിട്ടുള്ള ഉത്തമൻ വേണോ 100 വയസ്സായിട്ടുള്ള മൂഢൻ വേണോ ചോദിച്ചു അത്രേ. അപ്പോൾ പറഞ്ഞു 18 വയസ്സായിട്ടുള്ള പിന്നെ എന്താ പറയുക, ജ്ഞാനി മതി എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ആ ജ്ഞാനിയായിരിക്കുന്ന കുട്ടിക്ക് 18 വയസ്സാ കഴിയുമ്പോൾ, 16 എനിക്ക് അത്ര ഓർമ്മയില്ല, എങ്ങനെയായാലും യമൻ തന്നെ നേരിട്ട് വന്നു. അപ്പോൾ ഈ കുട്ടി ഓടി പോയി ഒരു ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു എന്നാ കഥ.
ഇവിടെ പിന്നെ തിരൂരടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. അവിടെ ശൂലം കഴുകിയിട്ടുള്ള കുളം ഇപ്പോഴും ചുവപ്പ് നിറാണ്. അതിലാരും കുളിക്കാറ് പതിവില്ല. അപ്പോൾ യമാന്തകായ നമ, യമനെ വരുതിയിൽ നിർത്തിയ ആളാണ്. ഓം ഭക്താനുഗ്രഹകാരകായ നമ, ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ സദാ സന്നദ്ധനായിട്ടിരിക്കുകയാണ്. ഓം ഭക്തസേവിതായ നമ, അപ്പം ഭക്തന്മാരെ സേവിക്കുന്നവനാണ് ഭഗവാനും. ഓം വൃഷഭധ്വജായ നമ, ഭഗവാന്റെ തേര് അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലെ കൊടിയടയാളം എന്താ? വൃഷഭധ്വജായ നമ, കാളയാണ്. ഓം ഭസ്മധൂളിത വിഗ്രഹായ നമ, ശരീരം മുഴുവൻ ഭസ്മം തേച്ചിട്ടുള്ള ആളാണ്. ഓം അക്ഷമാലാധരായ മഹതേ നമ, കയ്യിലൊരു മാലയുണ്ട്, എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. അക്ഷമാലാധരായ മഹതേ നമ. ഓം ത്രിമൂർത്തയേ നമ. ഓം പരബ്രഹ്മണേ നമ. ഓം നാഗരാജാലങ്കൃതായ നമ, നാഗരാജാലങ്കൃതായ നമ. അതായത് വാസുകി മുതലായിട്ടുള്ള സർപ്പഭൂഷണാണ് അദ്ദേഹത്തിന്. ഓം ശാന്തസ്വരൂപിണേ നമ. ഓം മഹാരൂപിണേ നമ. ഓം അർദ്ധനാരീശ്വരായ നമ. ഭഗവാൻ പകുതി ശരീരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്, പാർവതി ദേവിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ശരീരത്തിലും അതുണ്ട്. അതില്ലെങ്കിൽ മോശമാണേന്. അർദ്ധനാരീശ്വരായ നമ. ഓം ദേവായ നമ. ഓം മുനിസേവ്യായ നമ. മുനികളൊക്കെ സേവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മുനികളെ സേവിക്കുന്നത്? കാശിന് വേണ്ടിയിട്ടാണോ? അല്ല, അറിവിന് വേണ്ടിയിട്ട്. ഓം സുരോത്തമായ നമ, ദേവന്മാരിൽ ഉത്തമനായിരിക്കുന്നവൻ. ഓം വ്യാഖ്യാനദേവായ നമ, വേദങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. വ്യാഖ്യാനദേവായ നമ. ഓം ഭഗവതേ നമ. ഓം രവിചന്ദ്രാഗ്നിലോചനായ നമ. രവി, ചന്ദ്രൻ, അഗ്നി, തൃക്കണ്ണനാണല്ലോ, 3 കണ്ണ. ഒന്നിൽ സൂര്യൻ, ഒന്നിൽ ചന്ദ്രൻ. മേലെ ഉള്ളത്, നെറ്റിയിലുള്ളതിൽ ആരാ? അഗ്നി. ഈ അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ദഹിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ അറിവുള്ളവന് ഈ ലോകത്ത് എവിടെ പോയാലും മാമ കിട്ടും. കാശ് ദുഷ്ടന്മാർ പിടിച്ചു പറിച്ചാൽ അവന് പഷ്ണി ആധാരം അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ അറിവുള്ളവനാവണം. അപ്പോൾ രവിചന്ദ്രാഗ്നിലോചനായ നമ. ഓം ജഗത് ശ്രേഷ്ഠായ നമ, ജഗത്തിൽ ശ്രേഷ്ഠനാണ്. ജഗത് ഹേതവേ നമ. ഓം ജഗത് വാസിനേ നമ. ഓം ത്രിലോചനായ നമ. ഓം ജഗദ്ഗുരുവേ നമ. ജഗത്തിൻ്റെ ഗുരുവാണ് ആരെ? ഈ പിന്നെ അഷ്ടമൂർത്തിയല്ല, ദക്ഷിണാമൂർത്തി. ഓം മഹാദേവായ നമ. ഓം മഹാനൃത്തപരായണായ നമ. അതാണ് നടരാജ നൃത്തം, പ്രദോഷ നൃത്തം എന്നൊക്കെ പറയും. മഹാനൃത്തപരായണായ നമ. ഓം ജടാധാരിണേ നമ. ഓം മഹായോഗിനേ നമ. ഓം മഹാമോഹിനേ നമ, മറ്റുള്ളവരെ മോഹിപ്പിക്കും. ഓം ജ്ഞാനദീപൈരലങ്കൃതായേ നമ. ജ്ഞാനദീപം കൊണ്ട് അലങ്കൃതനായിട്ടാണ്, അറിവാകുന്ന വിളക്ക് കൊണ്ട് അലങ്കൃതം. എല്ലാവർക്കും അത് നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനദീപൈരലങ്കൃതായ നമ. ഓം വ്യോമഗംഗാജലസ്നാഥായ നമ. വ്യോമഗംഗ, ആകാശഗംഗ തലയിൽ വീഴുമ്പോൾ ആദ്യം കുളിക്കുന്നതാരാ? ശിവനാണല്ലേ. വ്യോമഗംഗാജലസ്നാഥായ നമ. ഓം സിദ്ധസംഘസമർച്ചിതായ നമ. സിദ്ധന്മാർ ഭഗവാനിൽ അർപ്പിത മനസ്സോടുകൂടിയിരിക്കുന്ന ആൾക്കാരാണ്. സിദ്ധസംഘസമർച്ചിതായ നമ. ഓം തത്വമൂർത്തയേ നമ. തത്വങ്ങളുടെ മൂർത്തിഭാവമാണ് ശിവൻ. തത്വം ഇല്ലെങ്കിലും ജീവനുണ്ടോ? ഈ സയൻറ്റിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? തത്വങ്ങളാണ്. അതേമാതിരി സനാതനധർമ്മത്തിൽ തത്വങ്ങൾക്കുള്ള സ്ഥാനം അതാണ് പുരാണങ്ങൾ, അല്ലാണ്ട് വേണ്ടാത്തതല്ല പുരാണങ്ങളെന്ന് പറഞ്ഞാൽ. തത്വമൂർത്തയേ നമ. ഓം മഹാസാരസ്വതപ്രദായ നമ. സാരസ്വതം ഘൃതം, സരസ്വതിക്ക് കൂടി മഹാസാരസ്വതപ്രദായ നമ. അറിവിൻ്റെ എന്താ പറയുക, അറിവ് കൊടുക്കുന്നത് പരമശിവനാണ്. മഹാസാരസ്വതപ്രദായ നമ. ഓം യോഗമൂർത്തയേ നമ. ഓം ഭക്താനാം ഇഷ്ടഫലപ്രദായ നമ. ഓം ഭക്താനാം ഇഷ്ടഫലപ്രദായ നമ. ഭക്തന്മാർക്ക് ഇഷ്ടമുള്ള ഫലത്തെ കൊടുക്കുന്നവൻ. ഓം പരമൂർത്തയേ നമ. ഏറ്റവും
അൾട്ടിമേറ്റ് പരമൂർത്തയേ നമ. ഓം ചിത് സ്വരൂപിണേ നമ. എന്താ? നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന്. അപ്പോൾ കൈലാസവും വൈകുണ്ഠവും ഒക്കെ സത്യലോകമൊക്കെ എവിടെയാണ്? അവരവരുടെ ഹൃദയപത്മത്തിലാണ്. ഇതറിയാൻ നിങ്ങൾക്ക് വേറൊരാളുടെ അടുത്ത് പോയാൽ കിട്ടില്ല. ഞാൻ വളരെ സിൻസിയറായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ചിത് സ്വരൂപിണേ നമ. ചിതാകാശഗുഹയിലാണ് ഇരിക്കുന്നത്. ഓം തേജോമൂർത്തയേ നമ. ഓം അനാമയായ നമ. ഓം വേദവേദാന്ത തത്വാർത്ഥായ നമ. വേദവേദാന്ത തത്വാർത്ഥായ നമ. തത്വം പഠിച്ച് വേദവേദാന്തം സംസ്കൃതത്തിൽ പറഞ്ഞാൽ മതിയോ? അത് നമ്മൾക്ക് ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ പറഞ്ഞു തരണ്ടേ? വേദവേദാന്ത തത്വാർത്ഥായ നമ. ഓം ചതുഷ്ഷഷ്ടി കലാനിധയേ നമ. ചതുഷ്ഷഷ്ടി 64 കലകളുടെ നാഥനാന്നാണ് പറഞ്ഞത്. ചതുഷ്ഷഷ്ടി കലാനിധയേ നമ. ഓം ഭവരോഗഭയധ്വംസിനേ നമ. പുനരഭിജനനം പുനരഭിമരണം എന്ന കാലപ്രവാഹത്തിൽപ്പെട്ട് നട്ടം തിരിയുന്നതിനാണ് ഭവരോഗം എന്ന് പറയുക. ഭവരോഗ ഭയധ്വംസിനെ, ആ ഭയത്തെ നശിപ്പിക്കുന്നവനാണ്. ശിവശിവ ശിവശിവ ഓം നമ ശിവായ ശിവായ നമ ഓം എന്ന് ജപിച്ച എന്താ? ഈ ഭവരോഗ ഭയധ്വംസിനെ നമ നമുക്ക് അനുഗ്രഹം കിട്ടുകയും. ഓം ഭക്താനാം അഭയപ്രദായ നമ. ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്നവനാണ്. ഓം നീലഗ്രീവായ നമ. നീലഗ്രീവായ നമ. കണ്ഠം നീലാണ്. കാരണം എന്താ? കാളകൂട വിഷം അവിടെ എന്താണെന്ന് പറയുക, ഉറച്ചു. നീലഗ്രീവായ നമ. ഗ്രീവം സുഗ്രീവൻ എന്ന് പറഞ്ഞത് അർത്ഥം നല്ല കഴുത്തുള്ളവൻ അർത്ഥം അതാണ്. അപ്പം സുഗ്രീവായ നമ. അപ്പം നീലഗ്രീവായ നമ. ഓം ലലാടാക്ഷായ നമ. നെറ്റിയിൽ കണ്ണുള്ള ആളാണെന്ന് അർത്ഥം പറയാം. ലലാടാക്ഷായ നമ. ഓം ഗജധർമ്മിണേ നമ. ആനത്തോലൊടുക്കുന്നവൻ. ഓം ജ്ഞാനദായ നമ. ജ്ഞാനത്തെ ദാനം ചെയ്യുന്നവനാണ് പരമശിവൻ. പേടിക്കേണ്ട ആവശ്യമില്ല. ശിവാലയത്തിൽ പോയി തൊഴണം കേട്ടോ. ഓം അരോഗിണേ നമ. രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യും. അരോഗിണേ നമ. ഓം കാമദഹനായ നമ. കാമങ്ങളെ ദഹിപ്പിക്കും. അതിനർത്ഥം അറിയാത്തത് ഒരു കണക്കിന് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. കാമദഹനായ നമ. അപ്പോഴാണ് ഈശ്വരപ്രാപ്തി ഉള്ളൂ. കാമനകൾ ഒതുങ്ങുമ്പോഴാണ് ആധ്യാത്മികത. ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല 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 3 പ്രാവശ്യം പറയുന്നത്. ക്ഷേത്രങ്ങൾ സാധാരണക്കാരന് മനസ്സമാധാനം കൊടുക്കാൻ സാധിക്കുന്ന സാങ്കേതങ്ങളായി തീരണം. അതിന് വേദാന്ത അധ്യയനം വേണം. വേദങ്ങൾ അധ്യയനം ചെയ്യണം. അതെവിടെയുള്ളതെന്ന്. അപ്പോൾ എല്ലാറ്റിനും ആ പുഷ്പാഞ്ജലി ഈ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഭക്തന്മാരെ പിടുങ്ങല്ല വേണ്ടത്. അത് ഭരണകർത്താക്കൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. പഞ്ചയജ്ഞം. ഒരു വ്യക്തിയുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ 20% ദേവന്മാർക്ക് അർഹതപ്പെട്ടതാണ്. അതാരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇൻകം ടാക്സ് തന്നെ ആൾക്കാർ ഗവൺമെൻറ്റിനെ കബളിപ്പിക്കുക ചെയ്യുന്നത്. എന്നിട്ട് വേണ്ടേ പഞ്ചയജ്ഞം നടത്തണത്? പഞ്ചയജ്ഞം നടത്തണം. പഞ്ചയജ്ഞം എന്ന് പറഞ്ഞാൽ 20% അച്ഛനമ്മയ്ക്ക് കൊടുക്കണം, 20% ഗുരുനാഥന്മാർക്ക് കൊടുക്കണം, 20% ക്ഷേത്രങ്ങൾക്ക് കൊടുക്കണം, 20% സമൂഹത്തിന് കൊടുക്കണം. ബാക്കി വരുന്ന 20% കൊണ്ട് കണ്ടക്ഷോഭം ചെയ്യണം. ഇല്ലെങ്കിൽ ബാക്കി 80% ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും. എവിടെ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്? തിരുവനന്തപുരത്ത്. വെറുതെയാണോ ഇന്ന് ക്യാൻസർ കൂടുതൽ പകരണത്? അതിന് കാരണമുണ്ട്. പറഞ്ഞോ. അപ്പോൾ കാമദഹനായ നമ. ഓം തപസ്വിനേ നമ. ഓം വിഷ്ണുവല്ലഭായ നമ. ഓം ബ്രഹ്മചാരിണേ നമ. ഓം സന്യാസിനേ നമ. ഓം ഗൃഹസ്ഥാശ്രമകാരണായ നമ. ഗൃഹസ്ഥ ആശ്രമകാരണായ നമ. ഗൃഹസ്ഥാശ്രമം വേണം. ഗൃഹസ്ഥാശ്രമം ഇല്ലാണ്ട് പെട്ടെന്ന് ഇതിലേക്ക് പോരുത്. എവിടേക്ക്? സന്യാസത്തിലേക്ക് അല്ലേ? ചില ആൾക്കാർ ഗൃഹസ്ഥാശ്രമം ഇല്ലാതെ കൊണ്ട് സന്യാസത്തിലേക്ക് പോയിട്ട് പിന്നെ ഷേവൊക്കെ ചെയ്ത് ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഓം ദന്താശ്രമവതാം ശ്രേഷ്ഠായ നമ. ദാന്താശ്രമവതാം ശ്രേഷ്ഠായ നമ.
ഓം സത്യരൂപായ നമ. അത് വളരെ കണിശാണ്. സത്യം ഇല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. എന്താ സത്യം? അനുഭവം. കണ്ടതും കേട്ടതല്ല സത്യം. കണ്ടത് ശരിയല്ല. അതിന് ഉദാഹരണം പറയാം. എൻ്റെ മകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ മകളുടെ കയ്യും പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? ഓ, പട്ടാമ്പി 10-72 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴത് ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് പോകണമെന്ന് പറയും. അബദ്ധമാണത്. പാപമുണ്ടാക്കും അത്, ആ ധാരണ. അതുകൊണ്ടാണ് സത്യരൂപായ ഒന്നിലും കയറി അഭിപ്രായം പറയരുത്. അവരവരുടെ കാര്യത്തിനെ പറ്റി പറയാതല്ലാതെ മറ്റുള്ളവരുടെ കാര്യം പറയരുത്. ഓം ദയാനിധയേ നമ. ദയാനിധിയാണ് ഭഗവാൻ. ഓം യോഗപട്ടാഭിരാമായ നമ. അതായത് യോഗപട്ടാഭിരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പട്ടാഭിരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എല്ലാവർക്കും അഭിരാമത്തെ കൊടുക്കുന്നവന്. അഭിരാമം എന്ന് പറഞ്ഞാൽ അറിവെന്നർത്ഥം. എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നവനാണ് യോഗപട്ടാഭിരാമൻ. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നായി തീരാമെന്നാണ്. ഭക്തി യോഗം എന്ന് പറഞ്ഞാൽ ഭക്തനും ഭക്തിയും ഒന്നായി തീരുന്നതാണ്. ഓം വീണാധാരിണേ നമ. നല്ലൊരു സംഗീതജ്ഞനാണ് ഭഗവാൻ. വീണാധാരിണേ നമ. ഓം വിജേതനായ നമ. ഓം മതിപ്രജ്ഞാ സുധാധാരിണേ നമ. മതിപ്രജ്ഞ, സാറ്റിസ്ഫാക്ഷൻ, കിട്ടിയതിലുള്ള സംതൃപ്തി. മതിപ്രജ്ഞ, ബോധം. മതിപ്രജ്ഞ സുധാധാരിണേ നമ. അമൃതകലശം കയ്യിലുള്ള ആളാണ്. എന്താ കയ്യിൽ? അറിവാകുന്ന അമൃത കയ്യിൽ, അറിവാകുന്ന അമൃതകുംഭം കയ്യിലുള്ള ആളാണ്. മതിപ്രജ്ഞ സുധാധാരണേ നമ. ഓം മുദ്രാപുസ്തകധാരണായ നമ. മുദ്രാപുസ്തക എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എന്നതിന് അർത്ഥം പറയണം. ഓം വേതാളാദിപിശാചൈ കവിനാശനായ നമ. വേതാളാദി പിശാചുക്കളെ, വേതാളങ്ങളെ പോലെ പിശാചുക്കളെ പോലെ ഉള്ളവരെ നശിപ്പിക്കുന്ന ഒന്നാണ്. കവിനാശനായ നമ. ഓം രാജയഷ്മാതിരോഗാനാം വിനാശായ നമ. രാജയഷ്മ എന്ന് പറഞ്ഞാൽ TB എന്നർത്ഥം. അന്നത്തെ കാലത്ത് TB ആണ്. കുഷ്ഠം, TB ഒക്കെയാണ്. ക്യാൻസർ ഉണ്ടായിരുന്നില്ല. രാജയഷ്മാതിരോഗാനാം വിനാശായ നമ. എല്ലാവിധ രോഗങ്ങളെയും വിനാശം ചെയ്യുന്ന ആളാണ്. ഓം സുരേശ്വരായ നമ. ദേവന്മാരുടെയും ഈശ്വരനാണ്. ഓം മേധാദക്ഷിണാമൂർത്തയേ നമ. മേധാദക്ഷിണാമൂർത്തിനെ നമ. മേധ എന്നുള്ളതിന് അർത്ഥം പറയുണ്ടായി. എന്താ മേധ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞത്? ധാരണാശക്തി, ഓർമ്മയുണ്ടാവാൻ ഭഗവാനെ പറ്റിക്കണം. മേധ, എനിക്ക് ധാരണാശക്തി വേണേ. ഇങ്ങനെ സനാതനധർമ്മത്തിൽ ഓരോ ദേവന്മാരുടെയും അഷ്ടോത്തരങ്ങൾ, സഹസ്രനാമങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിയോഗം. മനസ്സിലായില്ലേ? 3000 ചില്ലാം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്. വേണ്ടവർക്ക് അനുഭവിക്കാം. നിങ്ങൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന പോലെ ഈ ഭാഗവത ഭക്തദാസൻ എന്ന ഈ പ്രസ്ഥാനം മറ്റുള്ളവർക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഈ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തണം. മനസ്സിലായില്ലേ? ഏവർക്കും പ്രജ്ഞാനം ബ്രഹ്മ എന്ന അനുഭൂതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.